ഹലോ കൂട്ടുകാരെ, മലയാളി ബ്ലിസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിപ്പോൾ എവിടെയാണെന്നറിയാമോ? നമ്മൾ നാട്ടിലാണ്. നമ്മൾ നാട്ടിലെ കുറച്ച് കാഴ്ചകൾ കാണാൻ വേണ്ടി വന്നേ കേട്ടോ. അപ്പോൾ എല്ലാവരും വായോ. അപ്പം നമ്മളിന്ന് വന്നിരിക്കുന്നത് ആനക്കൂടെന്ന് പറയുന്ന ഒരു എക്കോ ടൂറിസം പ്ലേസിലാണ് കേട്ടോ. ഈ ആനക്കൂട് ലൊക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ കോന്നിയിലാണ്. എലിഫൻറ്റ് ട്രെയിനിങ് സെൻറ്റർ എന്നും പറയും. ഇത് കോന്നിയുടെ ഒരു എക്കോ ടൂറിസത്തിൻ്റെ പാർട്ടാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ആനക്കൂട് കാണാൻ വേണ്ടി പോവാണ്. ഈ കാണുന്ന ഫസ്റ്റ് നമ്മൾ കയറി ചെല്ലുമ്പോൾ കാണുന്ന ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ വലിയൊരു ഷെൽട്ടർ പോലൊരു സാധനമാണ് കേട്ടോ. ഒരു കൂടാരമാണ്. അതെന്താണെന്നറിയാമോ? ആനകളെ മെരുക്കാൻ അല്ലെങ്കിൽ ആനകളെ ട്രെയിൻ ചെയ്യുന്നത് ഈ ഷെൽട്ടറിനകത്ത് വെച്ചാണ്. നമുക്ക് പല ഡിവിഷനിൽ നിന്ന് കിട്ടുന്ന ആനകളെ ഉണ്ടല്ലോ, അതിനെ ഇവിടെ കൊണ്ടുവന്ന് മര്യാദ പഠിപ്പിക്കുക എന്നൊക്കെ പറയും. ആനകളെ അവർ ട്രെയിൻ ചെയ്തെടുക്കുന്നത് ആ ഷെൽട്ടറിൽ വെച്ചാണ്. അവിടെ തന്നെ ഫ്രണ്ടിലൊരു ചെറിയൊരു ഒരു പോട്ട് പോലൊക്കെ സംഭവമൊക്കെ ഉണ്ട്, അതിന് വെള്ളം കൊടുക്കാനൊക്കെ കേട്ടോ. അപ്പം നമ്മളങ്ങനെ ആനകളെ കാണാൻ വേണ്ടി പോവാണ്. എക്കോ ടൂറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വേർഡ് പോലെ തന്നെ റിയലി ഇതൊരു എക്കോ ഫ്രണ്ട്ലി ആയിട്ടൊരു പ്ലേസ് ആയിരുന്നു കേട്ടോ. ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ട്രീസും അതേപോലെ തന്നെ പ്ലാന്റ്സും ഒക്കെ വെച്ച് മനോഹരമായൊരു സ്ഥലത്താണ് ഈ ആനക്കൂട് ലൊക്കേറ്റ് ചെയ്യുന്നത്. നമ്മൾ ഈ ട്രെയിനിങ് സെൻ്ററൊക്കെ കഴിഞ്ഞ് നേരെ ചെന്ന് കാണുന്ന ഈ ആർട്ട് ഗാലറിയാണ്. ഇതാണ് എലിഫൻറ്റ് ആർട്ട് ഗാലറി. ഇവിടെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് കുഞ്ഞു എലിഫൻറ്റിൻ്റെ ആർട്ടുകൾ ഇവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. തുണിയിലാണെങ്കിലും അതേപോലെ തന്നെ നൂൽപ്പാ പോലുള്ളതും പെയിൻറ്റിങ്സും അങ്ങനെ കുറേ ആർട്ട് ഇവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. കുഞ്ഞു അതിനൊക്കെ ആനയുടെ നെറ്റിപ്പട്ടവും അതിൻ്റെ ആക്സസറീസ് എല്ലാം നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഈ വുഡൻ എലിഫൻസിനൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. നല്ല ക്യൂട്ടായിട്ടുള്ള കുട്ടി എലിഫൻസ് മുതൽ അതിൻ്റെ ഒരു സെറ്റ് ഓഫ് എലിഫൻസ് വരെ തന്നെ ഉണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ മേളിൽ കുറേ എലിഫൻസിൻ്റെ പെയിൻറ്റിങ് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. റിയലി നല്ല ഈ ആനയുടെ പെയിൻറ്റിങ്സ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. നല്ല അമേസിങ് ആയിട്ടുള്ളൊരു ഒരു ആർട്ട് ഗാലറിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറേ നടന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ആനകളെ കാണാൻ പറ്റും. നമ്മുടെ മെയിൻ ലക്ഷ്യം നമ്മുടെ ആനയെ കാണുക എന്നുള്ളതാണല്ലോ. ഇപ്പം നിലവിൽ ഇവർക്കുള്ളത് ഒരു 5 എലിഫൻസ് ആണ് നിലവിൽ ഇവർക്ക് ഉള്ളത്. ആ 5 ആനകൾക്കും ഇവർ പേര് വിട്ടിട്ടുണ്ട്. അവരുടെ വയസ്സും അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവർ ഏത് ഡിവിഷനിൽ നിന്നാണ് കിട്ടിയിരിക്കുന്നത് എല്ലാം അവർ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് നമ്മളങ്ങോട്ട് കയറി ചെന്ന് കഴിയുമ്പോൾ നമുക്ക് റൈറ്റ് സൈഡിൽ ഒരു കുഞ്ഞാനയെ കാണാൻ പറ്റും. 4 വയസ്സാണ് ഈ കുട്ടിയാനയ്ക്ക് കേട്ടോ. അവരൊരു പ്രത്യേക കേജിലൊക്കെ ആ കുട്ടിയാനെ ഇട്ട് വെച്ചിരിക്കുകയാണ്. നെറ്റൊക്കെ അടിച്ച് കണ്ടോ ഈ കുട്ടിയാനെ ഇട്ട് വെച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മൾ കുട്ടികളെയും കൊണ്ടൊക്കെ പോകുമ്പോൾ ഒത്തിരി സൂക്ഷിക്കണം കേട്ടോ. കുഞ്ഞു കുട്ടികളെയും കൊണ്ട് പോകുമ്പോൾ ഇങ്ങനെയുള്ള കേജ് ആകുമ്പോൾ കുഴപ്പമില്ല. പക്ഷേ നമ്മൾ വലിയ ആനകളുടെ കേജിൽ ഒരു കുറച്ച് നമുക്ക് ഗ്യാപ്പ് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ എപ്പോഴും കുഞ്ഞുങ്ങളുടെ കയ്യിൽ ഹോൾഡ് ചെയ്ത് വെക്കുന്നതാണ് നല്ലത്. കാര്യം കുസൃതി കൂട്ടന്മാരായതുകൊണ്ട് ഇവർ എപ്പോൾ വേണമെങ്കിലും ആനയെ കാണുമ്പോൾ ഫസ്റ്റ് എക്സൈറ്റ്മെൻറ്റിലൊക്കെ കയറി പോകാമല്ലോ. അപ്പം ആദ്യം തന്നെ ഒരു കുഞ്ഞ് ആനക്കുട്ടനെയാണ് നമ്മൾ കണ്ടത്. അത് കഴിഞ്ഞിട്ട് ആകെ നമുക്കൊരു ഒറ്റ കൊമ്പനാനെ കാണാൻ പറ്റുള്ളൂ കേട്ടോ. അവർ ആകെ ഒരു കൊമ്പനാനേ ഉള്ളൂ. അതാണ് ഈ കൊമ്പനാന. ഇവനാണെങ്കിൽ ചെന്നപ്പോൾ തൊട്ടേ വിശപ്പാൻ തോന്നി. ഇവനിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക, പിന്നെയും അവനിങ്ങനെ അതുകൊണ്ട് ആക്ഷൻ കാണിക്കുക, തല കുലുക്കി കാണിക്കുക. അങ്ങനെ ഭയങ്കര എൻ്റെ കുഞ്ഞിനൊരു അമേസിങ് എക്സ്പീരിയൻസ് ആയിരുന്നു കണ്ടോ. അവനാണെങ്കിൽ ആന തിന്നുന്ന പോലൊക്കെ കാണിക്കുക, തുമ്പിക്കൈ കൊണ്ട് തിന്നുന്ന പോലൊക്കെ ഞാൻ കാണിക്കാൻ പറയാം. അപ്പോൾ ഇവിടെ നമ്മൾ ഇച്ചിരി കെയർഫുൾ ആയിരിക്കണം. അവർ ആനയുടെ കാലിൽ ചെങ്ങലയൊക്കെ ഇട്ടിട്ടുണ്ട്, എന്നാലും കുട്ടികളെ നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കണം. കാര്യം അവർ ഈ എക്സൈറ്റ്മെൻറ്റിൽ ചിലപ്പോൾ ഓടി അകത്ത് കയറാനുള്ള ചെറിയൊരു സ്പേസ് പോലും ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ബാക്കി 3 ആനകളെ കാണിക്കുന്നുണ്ട്. ഈ 3 ആനകളും പിടിയാനകളാണ് കേട്ടോ. അവരുടെ വയസ്സും അവരുടെ പേരും എവിടുന്ന് കിട്ടിയെന്നുള്ള ഇതെല്ലാ കാര്യങ്ങളും എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ ആനക്കുട്ടന്മാരെയൊക്കെ കണ്ട് നമ്മൾ ഭയങ്കര സന്തോഷമായി. കാര്യം നമ്മുടെ കുഞ്ഞ് ആദ്യമായിട്ടാണ് ആനയെ കാണുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വിചാരിച്ചു എന്നാൽ ഇവിടെ ഒരു കുഞ്ഞു കഫേ സെൻറ്റർ പോലെ ഇവർ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കോഫി കുടിക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങി വന്നപ്പോഴാണ് അതിൻ്റെ തൊട്ടിപ്പുറത്ത് വേറൊരു മ്യൂസിയം, ആനയുടെ വേറൊരു മ്യൂസിയം കണ്ടത്. എൻട്രൻസിൽ തന്നെ ഒരു കുഞ്ഞു എലിഫൻറ്റ് മ്യൂസിയം കണ്ടോ. വെൽക്കം ടു എലിഫൻറ്റ് മ്യൂസിയം. കുഞ്ഞൊരു കുട്ടി ആനേൻ്റെ ഒരു ഇതൊക്കെ അവർ പ്രതിമയൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് നമുക്കൊരു വലിയ ഡിസ്ക്രിപ്ഷൻ കാണാൻ പറ്റും. ആന എങ്ങനെയാണ് ആനയെ കൊണ്ട് തടിയെടുപ്പിക്കുന്നതെന്നും ആനേനെ എങ്ങനെയാണ് ഇവർ പണ്ട് കാട്ടിൽ നിന്ന് കുഴി ഉണ്ടാക്കി അതിനകത്ത് പിടിച്ചിരിക്കുന്നതെന്നുള്ളതാണ് ഈ ലെഫ്റ്റ് സൈഡ് ഗ്ലാസ്സിൽ അവർ കൊടുത്തിരിക്കുന്നത്. അതേപോലെ ആനയെ പറ്റിയുള്ള എല്ലാ ഡിസ്ക്രിപ്ഷനും, എത്ര ലിറ്റർ വാട്ടർ കുടിക്കും എന്നുള്ളതും എങ്ങനത്തെ
ഫുഡാണ് കഴിക്കുന്നതെന്നുള്ള എല്ലാ ഡിസ്ക്രിപ്ഷനും അവരതിനകത്ത് എഴുതിയിട്ടുണ്ട് കേട്ടോ. അതായത് കാട്ടിലെ ആനയുടെ ജീവിത ശൈലികൾ എങ്ങനെയാണെന്നുള്ളതും അതേപോലെ തന്നെ അവർ നാട്ടിൽ വരുമ്പോൾ അവരുടെ എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് ഓരോ കാര്യങ്ങളും അവർ ഈ ഒരു എലിഫൻറ്റ് മ്യൂസിയത്തിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. എല്ലാം ഓരോരോ പോസ്റ്റേഴ്സായിട്ട് അവരത് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഓരോ നമുക്ക് വായിച്ച് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അതേപോലെ തന്നെ റൈറ്റ് സൈഡിൽ കണ്ടോ എങ്ങനെയാണ് ഈ ആന തടിയെടുക്കുന്നെന്നുള്ളതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളും എല്ലാം അവർ ഒരു ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ആന തടിയെടുത്ത് അത് കയറ്റിക്കൊണ്ട് പോകുന്നതെല്ലാം ഞാൻ എൻ്റെ കുഞ്ഞിനിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ എൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരു അമേസിങ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. അതായത് കണ്ടോ, വെൻ നേച്ചർ സ്പീക്സ് ടു യു, പ്രകൃതി നിങ്ങളോട് സംസാരിക്കുമ്പോൾ അവിടെ കാണിച്ചിരിക്കുന്ന ആനിമൽസിൻ്റെ ബേർഡ്സിൻ്റെ എല്ലാ ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റും. അവർ ഓരോന്നിൽ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ഓരോന്നിനും ശബ്ദം കേൾക്കാൻ പറ്റും കേട്ടോ. അത് ശരിക്കും എനിക്കൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ ശരിക്കും കാടിനകത്താണെന്ന് തോന്നും കേട്ടോ. അതേപോലെ തന്നെ കണ്ടു, ഇതെല്ലാം ഓരോ ടൈപ്സ് ഓഫ് ആന കേട്ടോ. എലിഫൻറ്റിൻ്റെ ഓരോരോ വർഗം ഓരോരോ ഇതെന്ന് പറയും. ആദ്യം കാണിച്ചിരിക്കുന്നതാണ് വോളി മാമൂത്ത്. ഞങ്ങളത് അബുദാബി വെച്ച് അതിനെപ്പറ്റിയൊരു വീഡിയോ ചെയ്തായിരുന്നു. ഇതിന് ലെഫ്റ്റ് സൈഡിൽ തന്നെ ആനയുടെ കണ്ടോ, ആനയുടെ ടീത്താണിത്. ആനയുടെ തന്നെ ഫുൾ അതിൻ്റെ ഒരു അസ്ഥികൂടം സ്കെൽറ്റൻ്റെ അവർ വെച്ചിട്ടുണ്ട്. ഇത് പട്ടേല ആനയുടെ മുട്ടച്ചിരട്ടാട്ടോ. അതേപോലെ തന്നെ അതിൻ്റെ അപ്പർ ജോ, അതിൻ്റെ ലോവർ ജോ, അതിൻ്റെ ഫുൾ സ്കെൽറ്റൻ, ആനയുടെ ഒരു ഫുൾ സ്കെൽറ്റനും എല്ലാ കാര്യങ്ങളും ഒറിജിനൽ കേട്ടോ നമുക്കവിടെ കാണാൻ വേണ്ടി പറ്റും. അവർ തന്നെ അവിടെ അവരുടെ കാട്ടിൽ തന്നെ ഉണ്ടായിരുന്നൊരു ആനയാണെന്ന് പറഞ്ഞത് കേട്ടോ. ഇതിൻ്റെ കൊമ്പ് ഒറിജിനലല്ല, കൊമ്പ് അവർ വെച്ചിരിക്കുകയാണ്. ഒരു സത്യത്തിൽ ഒരു പിടിയാനയാണെന്ന് അവർ പറഞ്ഞു. കൊമ്പ് അവർ വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. അവർ തന്നെ അവരുടെ കാട്ടിൽ തന്നെ ചരിഞ്ഞൊരു ആനയുടെ സ്കെൽറ്റനാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ അതിനകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഫുള്ള് ആനേനെ പണ്ട് എന്തൊക്കെ ആയുധങ്ങൾ കൊണ്ടാണ് അവർ പിടിച്ചിരുന്നതെന്നുള്ള എല്ലാം കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഡീറ്റെയിൽസ് നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ അവരൊരു ടാബ് വെച്ചിട്ടുണ്ട്. ആ ടാബിൽ നമ്മളങ്ങനെ ഓരോ ഉപകരണങ്ങളെ പറ്റി അറിയണമെങ്കിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഫുൾ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിരിക്കും. എന്തൊക്കെയാണ് അതിനകത്ത് നമുക്ക് വായിച്ച് മനസ്സിലാക്കാം. അപ്പോൾ ഈ വീഡിയോ കണ്ടില്ലേ, ഒരു കുഞ്ഞു കുട്ടി പാർക്കും കുട്ടികൾക്ക് കളിക്കാനുള്ള, അതേപോലെ തന്നെ ഇവർക്ക് കഫേയൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ നിന്ന് നമുക്ക് എക്കോ സാധനങ്ങൾ വാങ്ങിക്കാനുള്ള സ്റ്റോറും ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.